അടുത്ത മാസം അവസാനം ചാൾസ് മൂന്നാമൻ രാജാവും കാമില രാജ്ഞിയും വത്തിക്കാനിലേക്ക് സന്ദർശനം നടത്തുമെന്ന് ബക്കിംഗ്ഹാം കൊട്ടാരം കഴിഞ്ഞ ദിനം പുറത്തിറക്കിയ പ്രസ്താവനയിലാണ് രാജാവും രാജ്ഞിയും 2025 ജൂബിലി വർഷത്തിനോടനുബന്ധിച്ച് ലെയോ 14 മാർപ്പാപ്പായോടൊപ്പം ചെലവിടുവാൻ രാജകുടുംബം വത്തിക്കാനിലെത്തുന്ന വിവരം ഔദ്യോഗികമായി അറിയിച്ചത്. തീയതി സംബന്ധിച്ച വ്യക്തത നൽകിയിട്ടില്ല. പ്രത്യാശയുടെ തീർത്ഥാടകർ എന്ന നിലയിൽ ഒരുമിച്ച് നടക്കുക എന്ന ജൂബിലി വർഷ പ്രമേയത്തെ പ്രതിഫലിപ്പിക്കുന്ന വിധത്തിൽ ഇംഗ്ലണ്ടിലെ സഭയുടെയും കത്തോലിക്കാ സഭയുടെയും എക്യുമെനിക്കൽ പ്രവർത്തനം ഈ സന്ദർശന വേളയിൽ ആഘോഷിക്കുമെന്നും ബക്കിംഗ്ഹാം കൊട്ടാരം വ്യക്തമാക്കി. ബ്രിട്ടീഷ് രാജകുടുംബത്തിൻ്റെ വത്തിക്കാനിലേക്കുള്ള രാഷ്ട്ര സന്ദർശനങ്ങൾ സ്വകാര്യ സന്ദർശനത്തേക്കാൾ ഔപചാരികമായ വിധത്തിലാണ് നിരീക്ഷിക്കപ്പെടാറുള്ളത്. രാഷ്ട്രത്തലവനും ആഗോള സഭയുടെ നേതാവുമായ പാപ്പായെ ഔപചാരികമായി അംഗീകരിക്കുന്ന എക്യുമെനിക്കൽ നയതന്ത്ര ബന്ധങ്ങൾക്ക് പ്രാധാന്യം നൽകുന്നതാണ് ഓരോ കൂടിക്കാഴ്ചകളും. 1985 ഏപ്രിലിൽ ജോൺ പോൾ രണ്ടാമൻ പാപ്പായെ സന്ദർശിച്ച രാജകുമാരൻ 2005 ഏപ്രിലിൽ പാപ്പായുടെ മൃതസംസ്കാര ശുശ്രൂഷകളിലും സംബന്ധിച്ചിരുന്നു. ഫ്രാൻസിസ് പാപ്പായുടെ മരണത്തിന് 12 ദിവസം മുൻപ് ഏപ്രിൽ 9 രാജാവും രാജ്ഞിയും വത്തിക്കാൻ സന്ദർശിച്ചിരുന്നു. ഫ്രാൻസിസ് പാപ്പ താമസിച്ചിരുന്ന കാസ സാന്തയിൽ വെച്ചായിരുന്നു സ്വകാര്യ കൂടിക്കാഴ്ച. ചാൾസിൻ്റെയും കാമിലയുടെയും 20ാം വിവാഹ വാർഷികത്തോടനുബന്ധിച്ച് 20 മിനിറ്റ് നീണ്ടുനിന്ന കൂടിക്കാഴ്ചയിൽ ഫ്രാൻസിസ് പാപ്പ ഇരുവരെയും ആശീർവദിച്ചതായും റിപ്പോർട്ടുകളുണ്ടായിരുന്നു.